അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സാംസങ് ഗാലക്സി A07 എന്ന മോഡലിൻ്റെതാണ്. ഒരു ലോ ബഡ്ജറ്റിൽ വരുന്ന ഫോണാണിത്. കഴിഞ്ഞ വർഷത്തെ മോഡലായ A06 എന്ന മോഡലിന്റെ റീപ്ലേസിംഗ് മോഡലാണിത്. ബോക്സിൽ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. വലിയ ലെറ്റർ ആക്കിയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിക്ചറും അതൊക്കെ തന്നെ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി ബോക്സ് തന്നെ ഒരു ഡിഫറെൻ്റ് ആക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി നോക്കാൻ പോകുന്നത്. ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ അകത്ത് ഒന്നും വരുന്നില്ല എന്ന്. എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ ഫോൺ പുറത്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഫോണാണുള്ളത്. നമുക്കറിയാം സാംസങ്ങിന്റെ ബോക്സിന്റെ കൂടെ നമുക്ക് ഒരു ആക്സസറീസും കിട്ടുന്നില്ല എന്ന്. ആകെ കിട്ടുന്നത് Type C to Type C ചാർജിങ് കേബിള്, പിന്നെ ഒരു യൂസർ മാനുവൽ, ഒരു സിം എജക്റ്റിംഗ് ടൂൾ, ഇത്രേ ഉള്ളൂ. വേറെ ഒന്നും തന്നെ വരുന്നില്ല. ചാർജിങ് അഡാപ്റ്ററോ കേസോ ഒന്നും തന്നെ തരുന്നില്ല. അപ്പൊ ഇതാണ് നമ്മളെ ഫോൺ. 3 കളറിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. നമ്മളെ കയ്യിലുള്ള ബ്ലാക്ക് കളറ്, ഗ്രീൻ കളറ്, വയലറ്റ് കളർ എന്നിങ്ങനെയാണ് ഉള്ളത്. അപ്പൊ ബാക്ക് സൈഡ് ഒക്കെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ A06 അപേക്ഷിച്ചിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. A06 ഇതാണ്. ഇപ്പൊ ക്യാമറ മൊഡ്യൂളിൽ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. കണ്ടോ, ഈ 2 ക്യാമറ സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഒറ്റ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ക്യാമറ. പിന്നെ ബാക്കിലെ ഈ ഒരു ഡിസൈനൊക്കെ തന്നെ കുറേ ലൈൻസ് പോകുന്ന പോലെയാണ് A06 ഉള്ളത്. എന്നാൽ അതൊക്കെ മാറ്റിയിട്ട് ചെറിയൊരു ലൈൻസ് പോലെ ഷെയ്ഡ് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ഫോണിന്റെ ബാക്ക് സൈഡ് വരുന്നതും പ്ലാസ്റ്റിക് തന്നെയാണ്. ഫ്രെയിമൊക്കെ തന്നെ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. തിക്നെസ്സിൽ ചെറിയൊരു മാറ്റം മാത്രം തോന്നിക്കുന്നുണ്ട്. A07 കുറച്ചും കൂടെ സ്ലിം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവില്ല, പക്ഷേ കുറേ ടൈം നോക്കുന്ന സമയത്ത് ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട് A07. പിന്നെ സൈഡൊക്കെ തന്നെ സെയിം ആണ്. പവർ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. പിന്നെ വോളിയം ഫോക്കസ് ഇവിടാണുള്ളത്. സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് സിം ട്രേ കൊടുത്തിട്ടുള്ളത്. താഴെ ഭാഗത്ത് Type C ചാർജിംഗ് പോർട്ട്, മെയിൻ മൈക്ക്, സ്പീക്കർ ഗ്രില്ല്, 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഒക്കെ തന്നെ സെയിം ആണ്. അതിലൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ബാക്ക് സൈഡിലുള്ള ഒരു ഡിസൈനിൽ മാത്രം ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫോൺ ഇങ്ങനെ കയ്യിലേക്ക് പിടിക്കുന്ന സമയത്ത് വെയിറ്റ്ലെസ് ആയിട്ട് തോന്നുന്നത് A07 ആണ്. നല്ല വെയിറ്റ്ലെസ് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഇത് കുറച്ച് വെയിറ്റ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി നോക്കുന്ന സമയത്തും കയ്യിൽ രണ്ടും തന്നെ പിടിക്കുന്ന സമയത്ത്, 2 യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ബിൽഡ് ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് A07 തന്നെയാണ്. ഇനി ഫോണിന്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. പക്ഷേ A06 കമ്പയർ ചെയ്യുന്ന സമയത്ത് യാതൊരു മാറ്റവും ഡിസ്പ്ലേയിൽ തോന്നുന്നില്ല. വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടിയുള്ള ഡിസ്പ്ലേ, അതേപോലെ തന്നെ ബെസൽസ് ഒക്കെ അത്യാവശ്യം തന്നെ 2ലും വരുന്നുണ്ട്. താഴത്തൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല ബെസലിൽ വരുന്നുണ്ട്. സെയിം തന്നെ ഡിസ്പ്ലേ. ബ്രൈറ്റ്നസ് നോക്കുന്ന സമയത്തും ഓൾമോസ്റ്റ് സെയിം ആണ്. അതിലൊന്നും യാതൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ 2 ഫോണുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 1-2 ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ A07 മാറ്റം വരുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ A06 സെയിം ആണ്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം ലാസ്റ്റിലേക്ക്. 6.7 ഇഞ്ചിന്റെ HD+ PLS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. 90 Hz റീഫ്രഷ് റേറ്റോട് കൂടെയുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ HD+ PLS ഡിസ്പ്ലേ ആണ്. അപ്പോൾ അത്രയും നല്ലൊരു ഡിസ്പ്ലേ എന്ന് പറയാൻ പറ്റില്ല. ഒരു നോർമൽ ഡിസ്പ്ലേ മാത്രമേ കിട്ടുന്നുള്ളൂ. സെയിം A06 വന്നിട്ടുള്ള അതേ ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ പുറത്തൊക്കെ പോയിട്ട് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത്, അത് വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അത്ര ഒരു വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇൻഡോറിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ടച്ച് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊന്നും യാതൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് നല്ല ബ്രൈറ്റ് ആയിട്ടും നല്ല കളർഫുൾ ആയിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഫോണിൽ Android 15 ആണുള്ളത്. അതുപോലെ തന്നെ One UI 7 ആണ് വരുന്നത്. 6 വർഷത്തെ OS അപ്ഡേഷന് സാംസങ് പറയുന്നുണ്ട്. 6 വർഷം വരെ കിട്ടുമെന്ന് അറിയില്ല. അതുപോലെ MediaTekന്റെ Helio G99 എന്നുള്ള ഒരു ഒക്ടാകോർ പ്രൊസസ്സറാണ് ഈ ഫോണിലുള്ളത്. നമ്മൾ ഈ ഒരു ഫോൺ വരുന്നത് 4G ആണ്, 5G അല്ല. ഇതിൽ 5G വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. ഇനി ഈ ഫോൺ വരുന്നത് 2 വേരിയന്റിലാണ്. നമ്മളെ കയ്യിലുള്ള 4GB ആൻഡ് 64GB, അതുപോലെ 4GB ആൻഡ് 128GB വരുന്നുണ്ട്. ഇതിൽ പിന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇട്ട് എക്സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് 64GB ആണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയാം. 2 സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രേ അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ 4GB ആൻഡ് 64GBക്ക് UAE വരുന്ന പ്രൈസ് 394 dirhams ആണ്. ഇന്ത്യയിലെ ഏകദേശം 9500 രൂപ ആണ് വരുന്നത്. അതുപോലെ 4GB ആൻഡ് 128GBക്ക് UAE വരുന്ന പ്രൈസ് 444 dirhams ആണ്. ഇന്ത്യയിലെ ഏകദേശം 10,500 രൂപേൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഈ ഒരു 4GB ആൻഡ് 64GB എടുക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് 4GB ആൻഡ് 128GB എടുക്കുന്നതാണ്. ഒരു 1000 രൂപയുടെ ഒക്കെ വ്യത്യാസം വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു 40 dirhamsന്റെ ഒക്കെ വ്യത്യാസം UAE വരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ നല്ല കപ്പാസിറ്റിയും കിട്ടും. പിന്നെ UFS 2.2 ആണ് സ്റ്റോറേജ് ടൈപ്പ് വരുന്നത്. LPDDR4X ആണ് റാം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രോസസ്സറിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. എത്രമാത്രം പവർഫുൾ ആണെന്ന് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്.
ഒരു ഹെവി യൂസിനൊന്നും പറ്റൂല, ഒരു നോർമൽ യൂസിന് പറ്റിയിട്ടുള്ള ഒരു പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഫോണിൽ 2 ക്യാമറ ആണ് വരുന്നത്. സെയിം A06 വന്ന അതേപോലെ തന്നെ 50 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ, 2 മെഗാ പിക്സലിലെ ഡെപ്ത് സെൻസർ, 8 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ. ഇതിലുള്ള അതേപോലെ തന്നെയാണ് ഇതിലുള്ളത്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് വീഡിയോ എടുക്കാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, നോർമൽ ആയിട്ടുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ തന്നെ അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അൾട്രാ വൈഡ് ക്യാമറ ഒന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ വൈഡ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും ഇതിൽ എടുക്കാൻ പറ്റില്ല. ഈ 50 മെഗാ പിക്സൽ എന്നുള്ളത് നമുക്ക് 12 മെഗാ പിക്സലിലേക്കൊക്കെ മാറ്റാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസിന്റെ വീഡിയോസിന്റെ സാമ്പിൾസ് നോക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇതിലെടുത്തിട്ടുള്ള ഫോട്ടോസിനൊന്നും വലിയ കുഴപ്പമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വിചാരിച്ചതിനെക്കാട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് ഫോട്ടോസിനൊക്കെ. കുറച്ച് വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെ കിട്ടുന്നുണ്ട്. പോർട്രേറ്റിലൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസ് നല്ല ബ്ലർ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ. പിന്നെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ എന്തായാലും ഉണ്ടാവും, അത്രേ നമ്മൾ ഇതിൻ്റെ ഒരു ക്യാമറയിൽ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. സെൽഫി ക്യാമറയും വലിയ കുഴപ്പമൊന്നുമില്ല, ചില സമയങ്ങളിൽ കുറച്ച് വൈറ്റ്നെസ് കയറി വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു ക്യാമറ ആണെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൽഫി ക്യാമറയിൽ എടുക്കാൻ പറ്റുന്ന വീഡിയോൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ഒരു നാച്ചുറൽ കളറായിട്ടൊന്നും തോന്നുന്നില്ല, കുറച്ച് വൈറ്റ് ഷെയ്ഡൊക്കെ വരുന്നത് പോലെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, കറക്റ്റ് ഒരു കളറൊന്നല്ല. അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ഒരു ക്യാമറയിൽ, ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇപ്പോൾ റിയർ ക്യാമറൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എത്രമാത്രം ഉണ്ട് എന്ന്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് അത്രേ വരുന്നുള്ളൂ, അപ്പോൾ അത്ര ഒരു ക്വാളിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇതിൽ ഒരു നാച്ചുറൽ കളറിലൊന്നല്ല വീഡിയോ കിട്ടുന്നത്, അതുപോലെ കുറച്ച് വൈറ്റ് ഒക്കെ കയറി വരുന്നുണ്ട് വീഡിയോയിലേക്ക്. ഇനി ഫോണിൽ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് ലോക്കാണ് സെക്യൂരിറ്റി ലോക്കായിട്ട് വരുന്നത്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എത്രമാത്രം സ്പീഡിലാണ് വർക്ക് ആവുന്നത് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഫിംഗർ പ്രിൻറ്റ് കുറച്ച് ഡിലേ ആയിട്ടാണ് ഓൺ ആയിട്ട് വരുന്നത്, അത്ര സ്പീഡൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഫോണിൽ നമ്മൾ അത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഫേസ് ലോക്ക് വർക്ക് ആവുന്നത് ഫിംഗർ പ്രിൻറ്റ് സെൻസ് ആയിട്ട് വരുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ സ്പീഡിൽ ഡിറ്റക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഫേസ് ലോക്ക്. ഇനി ഫോണിൻ്റെ ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സാംസങ്ങിൻ്റെ ഫോണിലും കൊടുത്തിട്ടുള്ള അതേ ഒരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്, യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. സാംസങ് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ബോക്സിൻ്റെ കൂടെ ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നില്ല എന്ന്. പക്ഷേ അതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ചാർജിങ്ങിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 15 വാട്ടാണ്. 15 വാട്ടൊക്കെ വെച്ചിട്ട് ഈ 5000 mAh ബാറ്ററിക്ക് ഫുൾ ആവണമെങ്കിൽ എത്ര ടൈം വേണ്ടി വരും? ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വൈഫൈയിൽ 2.4 5 GHz സപ്പോർട്ടാണ്. അതുപോലെ ബ്ലൂടൂത്തിൻ്റെ വെർഷൻ വരുന്നത് 5 ആണ്. പിന്നെ സ്ക്രീൻ റെക്കോർഡിങ്, സ്ക്രീൻ മിററിങ് അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൾ റെക്കോർഡിംഗ് ഒന്നും ഇതിൽ വരുന്നില്ല. പിന്നെ NFC ഇതിലില്ല. ഇനി ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രമാത്രം ലൗഡ് ഉണ്ട് എന്ന്. സിംഗിൾ സ്പീക്കറാണ് ഇതിൽ വരുന്നത്. ஹரி ஹரி எஸ் ஹரி பர்சனலா ஒரு விஷயம் பேசணும், உட்காருங்க. பர்சனலா சொல்லு. സൗണ്ടൊക്കെ അത്യാവശ്യം നല്ല ലൗഡി ആയിട്ടുള്ള സൗണ്ടൊക്കെ തന്നെയാണ്. മ്യൂസിക് കേൾക്കുമ്പോഴും സിനിമ കാണുമ്പോഴൊക്കെ തന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഈ ഒരു ഫോൺ വെർത്താണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. സാംസങ്ങിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിലും കൂടുതൽ ഫീച്ചേഴ്സുള്ള ഫോണുകൾ ഇതിലും കുറഞ്ഞ പ്രൈസിന് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ സാംസങ്ങിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള A06 A07 കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. 1-2 മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഫീച്ചേഴ്സിൽ വരുന്നുള്ളൂ. പ്രൈസിൽ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. ആകെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാമറ മൊഡ്യൂളിലാണ് ഒരു വ്യത്യാസം വരുത്തിയിട്ടുള്ളത് ഡിസൈനിൽ. പിന്നെ A06 60 Hz ആണ് റീഫ്രഷ് റേറ്റ് വന്നത്. അത് A07 വരുന്ന സമയത്ത് 90 Hz ആക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്. ആകെ 5000-6000 രൂപേൻ്റെ ഉള്ളിലാണ് A06 പ്രൈസ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ A07 10,000 രൂപയുടെ അടുത്താണ് വരുന്നത്. പ്രൈസിൽ നല്ല മാറ്റമുണ്ട്. ഒരു സെക്കൻഡറി ഫോണായിട്ട് മാത്രമേ നമുക്ക് രണ്ടും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിൽ വരുന്നുള്ളൂ. വലിയ ഹെവി യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിൽ വരുന്നില്ല. പിന്നെ അത്ര പ്രൈസ് വരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.